ഹായ് ഓൾ, വെൽക്കം ടു ക്രിക്ക് അരീന. ഇന്നലെ നടന്ന മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സ് ഗുജറാത്തിനോട് പരാജയപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. 8 വിക്കറ്റിനാണ് തോൽവി ഏറ്റുവാങ്ങിയത്. ഈ മത്സരത്തിൽ ആദ്യം പ്രതീക്ഷിച്ചത് ധോണി കളിക്കും എന്നുള്ളതായിരുന്നു. പക്ഷേ പിന്നീട് ധോണി കളിക്കില്ല എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നു. ഫിറ്റ്നസ് ഒക്കെ ധോണി വീണ്ടെടുത്തിട്ടുണ്ട്. പക്ഷേ വിന്നിംഗ് കോമ്പിനേഷനിൽ ഒരു തകരാറ് വരുത്തണ്ട എന്ന് കരുതിക്കൊണ്ട് ധോണി മാറി നിൽക്കുകയാണ് എന്നായിരുന്നു മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നത്. അങ്ങനെ ധോണി ഇന്നലത്തെ മത്സരത്തിൽ കളിച്ചില്ല. പിന്നീട് ഫ്ലെമിംഗ് പറഞ്ഞത് ധോണിക്ക് ട്രെയിനിങ്ങിനിടയിൽ ചെറിയ ഒരു സെറ്റ് ബാക്ക് ഏൽക്കേണ്ടി വന്നു, ഫിറ്റ്നസിന്റെ പ്രശ്നങ്ങൾ ഇപ്പോഴും ഉണ്ട് എന്നുള്ളതൊക്കെയാണ്. ഏതായാലും അടുത്ത മത്സരത്തിൽ ധോണി കളിക്കുമോ എന്നുള്ളത് ഇപ്പോഴും ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യമായി കൊണ്ട് അവശേഷിക്കുകയാണ്. പക്ഷെ ആരാധകർ പറയുന്നത് ധോണി എന്തായാലും കളിക്കണം എന്നുള്ളതാണ്. കാർത്തിക് ശർമ്മയെ ഒഴിവാക്കിക്കൊണ്ട് ആ സ്ഥാനത്തേക്ക് ധോണി വരണം എന്നുള്ളതാണ് ഇപ്പോൾ ചെന്നൈ സൂപ്പർ കിങ്സ് ആരാധകരുടെ ഒരു ആവശ്യം. സോഷ്യൽ മീഡിയയിൽ നമുക്കത് കാണാൻ കഴിയും. അതായത് കാർത്തിക് ശർമ്മ മോശം പ്രകടനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. 5 മത്സരങ്ങൾ കളിച്ചിട്ട് കേവലം 58 റൺസ് മാത്രമാണ് അദ്ദേഹത്തിന് നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. 11 ആവറേജ്, 118 സ്ട്രൈക്ക് റേറ്റ് വരുന്നത്. അതായത് 5 മത്സരങ്ങളിൽ അവസരം ലഭിച്ചിട്ടും തിളങ്ങാൻ കാർത്തികിന് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ മാറ്റി പകരം ധോണിയെ കൊണ്ടുവരണം. ധോണി വന്നാൽ കുറച്ചെങ്കിലും ഇമ്പാക്റ്റ് ഉണ്ടാകും. പ്രത്യേകിച്ച് എല്ലാ നിലക്കും ടീമിനെ സഹായിക്കാൻ ധോണിക്ക് കഴിയും എന്നൊക്കെയാണ് ആരാധകർ ആവശ്യപ്പെടുന്നത്. ഏതായാലും അങ്ങനെ സംഭവിക്കുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ്. അടുത്ത മത്സരം അത് മുംബൈ ഇന്ത്യൻസിനെതിരെയാണ്. വരുന്ന 2-ാം തീയതി ചെപ്പോക്കിൽ വെച്ചുകൊണ്ടാണ് CSK ആ മത്സരം കളിക്കുക. ഇതിനു മുൻപ് മുംബൈ ഇന്ത്യൻസിനെതിരെ വലിയ ഒരു വിജയം നേടാൻ ചെന്നൈ സൂപ്പർ കിങ്സിന് സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു കാണാം.